സിദ്ധാർത്ഥേ ഇത് 5 രൂപ കഴിച്ചു തീർക്കും. പക്ഷെ ഇത് ടേബിളിൽ എത്തിക്കലാണ് വലിയ ടാസ്ക്. ഇതിങ്ങനെ കൊണ്ടുപോയി നിധി ആ ലെഫ്റ്റ് റൈറ്റ് സെറ്റ് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ എവിടെയാണല്ലേ നമ്മുടെ സ്വന്തം കുണ്ട്രമുക്കട വന്നേക്ക് നല്ല ഒരു വെജ് ഭക്ഷണം കഴിക്കാനാണ്. അപ്പോൾ തുടങ്ങിയാൽ അങ്ങോട്ട് ആരംഭിക്കലാമാ. അപ്പം ഇതാണ് നമ്മുടെ കടയുടെ മുതലാളി സിദ്ധാർത്ഥ്. നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ സംരംഭമാണിത്. മച്ചത്തിലാണോ? മച്ചത്തിലാണ്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഐറ്റം തോന്നാൻ കാരണം അങ്ങനെ ഒരു ലെങ്തി ദോശ? ഒരു വെറൈറ്റി അല്ലേ? നമ്മളിവിടെ കൊല്ലത്തൊന്നും അധികം ഇല്ല. ഇതെന്താ പേപ്പർ റോസ്റ്റോ? ഇത് പേപ്പർ ലോങ് റോസ്റ്റ്. അത് നമ്മളെ എന്തായത് എൻ്റെ ഈ കഴിഞ്ഞ നീളുണ്ട് കണ്ടോ, ഈ വലിപ്പമുണ്ട് കണ്ടല്ലേ. നീ എവിടെ തുടങ്ങിക്കോ, ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഫസ്റ്റ് എത്തണം നീ. നമ്മളിപ്പം കഴിഞ്ഞ 16-നാണ് ഓപ്പൺ ആയത്. ഇതെന്താ? അത് ഫ്രൈ ഇഡ്ഡലി. നമ്മൾ ഇവിടെ എവിടെയും കാണാത്തൊരു ഐറ്റമാണ്. അത് ഇഡ്ഡലി ഉണ്ടാക്കി ഫ്രൈ ചെയ്യും. എന്താ പരിപാടി? ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യും, മസാലയൊക്കെ ചേർത്ത്. ചമ്മന്തി ചട്നി ഒന്നും വേണ്ട. ഇത് മാത്രമായിട്ട് വെറുതെ കഴിക്കും. പിന്നെ നമുക്ക് പലതരം ദോശയുണ്ട്. സ്പെഷ്യൽ ദോശയുണ്ട്, പനീർ ദോശ, മഷ്റൂം ദോശ, ചില്ലി ഗോബി ദോശ, പലതരം ദോശയുണ്ട്. ഊത്തപ്പമുണ്ട്. ഊത്തപ്പം തന്നെ പലതരമുണ്ട്. ടൊമാറ്റോ ഊത്തപ്പം, ഓണിയൻ ഊത്തപ്പം, പ്ലെയിൻ ഊത്തപ്പം. ഊത്തപ്പം വരുമ്പോൾ നമുക്ക് 70 രൂപ. എല്ലാം സെയിം ആണോ? ഐ മീൻ ഓണിയൻ ഊത്തപ്പം അല്ല, പ്ലെയിൻ ഊത്തപ്പം ഉണ്ട് നമുക്ക്. അതിന് റേറ്റ് കുറവാണ്, 50 രൂപ അടുപ്പിച്ച് വരുന്നു. തീർക്കണ്ടേ? അപ്പൊ നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് കൊല്ലത്ത് നിന്ന് വരുവാണെങ്കിൽ നമ്മൾ ഇളമ്പള്ളൂർ കഴിഞ്ഞ് കുണ്ട്രമുക്കട ജംഗ്ഷനിലാണ് നമ്മൾ. കുണ്ട്രമുക്കട ജ്യോതിപ്രകാശ്. നമ്മളിപ്പോൾ ലഞ്ചിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഴയിലാണ് കൊടുക്കുന്നത്. 90 രൂപ ഉള്ളൂ ഊണ് വിത്ത് തൈര്. മിനി സദ്യയാണ് 90 രൂപയ്ക്ക്. രാത്രി നമ്മളൊരു 9-10 മണി വരെ ഉണ്ടാവും. നമുക്ക് രാത്രി ആകുമ്പോൾ പിന്നെ എല്ലാം നമ്മൾ സാധാരണ നമ്മൾ ദോശ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മൾ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഗോബി മഞ്ചൂരി, നമുക്ക് വെജിറ്റേറിയൻ എന്തൊക്കെ ഉണ്ടാവും അതെല്ലാം നമുക്ക് കൊണ്ട് ചെയ്യുന്നു. അടിപൊളി. ഇതാണ് നമ്മുടെ ടേബിളിന് വിശേഷം. ഇതിന് പുറമെ പൂരിയുണ്ട്, ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ബട്ടൂരുണ്ട്. ബട്ടൂരയ്ക്ക് ഭയങ്കര ഡിമാൻഡായിട്ട് വരുന്നുണ്ട് നമുക്ക് കൂടെ. അതേപോലെ രാവിലെ നമുക്ക് പുട്ടുണ്ട്, പ്രത്യേകം പുട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഇടിയപ്പം ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പുമാവുണ്ട് രാവിലെ. വന്നു കഴിഞ്ഞാൽ കുശലാണ്. അതെ, പിന്നെന്താ അത് പറഞ്ഞിട്ട് പക്ഷെ കട പറഞ്ഞു പോണ്ട കേട്ടോ. അപ്പൊ ഇനി ഇതെല്ലാം ഉണ്ടാക്കിയ നമ്മളെ ആശാമാര് അടുക്കളയിലുണ്ട്. അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷം പറയാം. വാ. അടുത്ത ഊത്തപ്പം ഞാൻ ഉണ്ടാക്കാം. എന്താ ഉണ്ടാക്കണ്ടേ? തക്കാളി ഊത്തപ്പം. എത്ര വേണം? ഇച്ചിരി കൂടി. മതി. പണി പഠിച്ചിട്ടാ നീ. തക്കാളി അടുക്കുക. തക്കാളി ഉള്ളി. ഇതിന് ഞാൻ ഉള്ളി വല്ല ഇടുവോ? ഇതിനകത്ത് ഉള്ളി വേണ്ട, ഇച്ചിരി ഉപ്പ് ഇടണം. ഉപ്പ്, സവോള കൂടെ ഇട്ടോ. കുറച്ച് സവാളി. പണി മൊത്തം പഠിച്ചിട്ടോ. പകർത്തു കിട്ടോ. ഇത് ടൊമാറ്റോ ഊത്തപ്പം, പിന്നെ ഒനിയൻ ഊത്തപ്പം ഉണ്ട്, സാധാ ഊത്തപ്പം ഉണ്ട്, പിന്നെ ക്യാരറ്റ് ഊത്തപ്പം ഉണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഊത്തപ്പം ഐറ്റങ്ങളുണ്ട്. എന്നാണ് സുഖം തന്നെ? തിരക്കിന്റെ പണിയില്ല അല്ലേ? ഇത് മസാല ഇഡ്ഡലി. ഇതിപ്പോ എത്ര ഇഡ്ഡലി ഉണ്ടാവും? ഇതിപ്പോ ഒരു 5 ഇഡ്ഡലി ഉണ്ടാവും. ഇത് ഫുള്ളാണ്. ഹാഫ് വേണമെങ്കിൽ ഹാഫ് വേണം. അപ്പൊ ഹാഫ് ആകുമ്പോൾ 2 ഇഡ്ഡലിയോ 3 ഇഡ്ഡലിയോ? 2 ഇഡ്ഡലി വരും. 2 ഇഡ്ഡലി. ക്യാപ്സിക്കോ, സവാള, പച്ചമുളക്, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് സെറ്റാക്കി മസാല ഇട്ട് അതിനകത്ത് കടായിലിട്ട് നമ്മൾ അടിച്ച് അതിന്റെ മസാലയും. ഇതിപ്പോ ഇങ്ങനെ തോന്നാൻ കാരണം പെട്ടെന്ന് ഇങ്ങനെ? ഇല്ലില്ല, ഇത് നമ്മള് പണ്ടേ ചെയ്തിരുന്ന. ഇത് 5 ഇഡ്ഡലിയാണ് വരുന്നത്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് മഷ്റൂം വന്നിട്ട് കണ്ടിട്ട്. ചൂട്. നമ്മുടെ കുത്തുപൊറോട്ട പോലെ വേറെ ഐറ്റം അല്ലേ? ഇഡ്ഡലി ചെയ്യുന്ന ഒരു ഐറ്റം. അത്രേ ഉള്ളൂ. ഞാൻ ഇത് പൊളിച്ചു. അപ്പോൾ സംഗതി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടാറ്റ. ഓക്കെ, ബൈ.